ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ കോലഞ്ചേരി എന്ന സ്ഥലത്ത് വന്നതായിരുന്നു. അവിടെയാണ് മകളുടെ വീട്. അപ്പോൾ അവൾ വർക്ക് ചെയ്യുന്നത് രാമമംഗലം എന്ന സ്ഥലത്തും. രാമമംഗലം കാണാൻ ഞാൻ അവളുടെ കൂടെ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മകൾ പറഞ്ഞു, രാമമംഗലത്ത് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. അപ്പോൾ അവൾ ജോലിക്ക് പോയാൽ ഞാൻ ഒരു ഓട്ടോ പിടിച്ച് ഈ സ്ഥലങ്ങളൊക്കെ കാണുകയാണ് എൻ്റെ ഇന്നത്തെ പരിപാടി. ഒരു ഐഡിയയുമില്ല. ഒന്നാമത് പരിചയമില്ലാത്ത സ്ഥലം, മകൾക്കും അറിയില്ല. അതുകൊണ്ട് അവിടെ എത്തി വല്ല വണ്ടിക്കാരെയും വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം എന്ന് വിചാരിച്ച് യാത്ര ചെയ്യുകയായിരുന്നു. അവിടെ എത്തിയപ്പോൾ നല്ലൊരു ഓട്ടോക്കാരനെ കിട്ടി. അദ്ദേഹം പറഞ്ഞു, നമുക്ക് ആദ്യമായി എറണാകുളം ജില്ലയിലെ 4 അമ്പലങ്ങൾ ദർശിക്കാം. അദ്ദേഹത്തിന് ഈ സ്ഥലത്തിനെ പറ്റി നല്ല ഐഡിയ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായി തുടങ്ങാം. ഓക്കെ. ഈ കാണുന്നതാണ് രാമസ്വാമി ക്ഷേത്രം. വളരെ മനോഹരമായ ആംബിയൻസൊക്കെയാണ് ഇതിന് ചുറ്റിലും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ പ്രധാന ആളായ സുരേഷ് എന്ന ആൾ നമുക്കിതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞു തരുന്നതാണ്. ഇനി അദ്ദേഹം പറയുന്നത് കേൾക്കാം. എറണാകുളം ജില്ലയിലെ 4 അമ്പല ക്ഷേത്രങ്ങളിൽ വരുന്ന ശ്രീരാമൻ്റെ അമ്പലമാണ്. എൻ്റെ പേര് സുരേഷ് എന്നാണ്. ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻറ്റും എറണാകുളം ജില്ലാ 4 അമ്പല സമിതിയുടെ സെക്രട്ടറിയുമാണ്. ശ്രീരാമമംഗലമായിരുന്നു എന്നാണ് പറയുന്നത് ഈ പഞ്ചായത്ത്. പിന്നീട് ശ്രീരാമമംഗലം രാമമംഗലമായെന്നാണ്. മറ്റേ മംഗല്യ സമേതനായി ശ്രീരാമചന്ദ്രൻ വസിച്ചിരുന്ന ദേശം. അതുകൊണ്ടാണ് ശ്രീരാമമംഗലം എന്നറിയപ്പെടാൻ കാരണം. മാരീചൻ എന്ന മാനിനെ വിഗ്രഹിച്ച് മാൻ മലച്ച ചേരി, ചേരി എന്ന് വെച്ചാൽ പ്രദേശം, മാമലശ്ശേരി ആയെന്നും മാമലശ്ശേരി പിന്നീട് മാമലശ്ശേരി ആയെന്നുമാണ് സങ്കല്പം. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു പാടമുണ്ട്, അതിൻ്റെ പേര് മാനാടി എന്നാണ്. ഈ രാജാക്കന്മാരാൽ പണി കഴിച്ചു എന്നാണ് പറയുന്നത് ക്ഷേത്രം. ഈ ഇവിടെ നിന്ന് റോഡിൽ നിന്ന് തിരിഞ്ഞിറങ്ങുന്ന സ്ഥലത്തിൻ്റെ പേര് കൊട്ടാരക്കടവെന്നാണ്. അവിടെ വീട്ടുപേരുകളെല്ലാം കൊട്ടാരത്തിൻ മുകൾ അങ്ങനെയൊക്കെയാണ്. 4 അമ്പലത്തിൽ ഭരതൻ്റെ അമ്പലം ഇവിടെ നിന്ന് 5 കിലോമീറ്റർ വടക്ക് മാറിയാണ്. ലക്ഷ്മണസ്വാമി ക്ഷേത്രം പിറവത്ത് നിന്ന് കോട്ടയം റൂട്ടിൽ 4 കിലോമീറ്ററാണ്, മുളക്കുളത്താണ്. ശത്രുഘ്നൻ്റെ അമ്പലം ഇവിടെ അടുത്ത് തന്നെയാണ്. അങ്ങനെയാണ് എറണാകുളം ജില്ലയിൽ 4 അമ്പല തീർത്ഥാടനം. കർക്കിടക മാസത്തിൽ ഏകദേശം 1-1.25 ലക്ഷത്തോളം ആളുകൾ ഇവിടെ ദർശനത്തിനായിട്ട് എത്താറുണ്ട്. ശ്രീരാമസ്വാമിക്ക് വെള്ളി കൊണ്ട് അമ്പും വില്ലും സമർപ്പിക്കുക, ഹനുമാൻ സ്വാമിക്ക് ഗത സമർപ്പിക്കുക, കുന്നിക്കുരു പറ, ഇതെല്ലാമാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. പാൽപ്പായസമൊക്കെയാണ്. 4 നമ്പൂതിരി കുടുംബങ്ങളുടെ അധീനതയിലുണ്ടായിരുന്ന ക്ഷേത്രമാണ്. അത് നാട്ടുകാർക്ക് 88 വിട്ടു തന്നെങ്കിലും അവർക്കൊന്നും ചെയ്യാനൊന്നും സാധിച്ചില്ല. 2001 പുതിയൊരു ഭരണസമിതി വന്നു. ആ ഭരണസമിതിക്ക് ശേഷം വന്ന വലിയൊരു മാറ്റമാണ് ഇപ്പോൾ ഇവിടെ കാണുന്നതെല്ലാം. 2008 എറണാകുളം ജില്ലയിലെ 4 അമ്പല ദർശനം എന്ന സങ്കല്പം. 2009 ഒരു 10-100 പേര് വന്നിരുന്നെങ്കിൽ 2025 ഏകദേശം 1.25 ലക്ഷത്തോളം ഭക്തർ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. കർക്കിടക മാസം ഞായറാഴ്ച ഒരു 5000 പേരൊക്കെ ദർശനത്തിന് വരുന്നുണ്ട്. വരുന്നവർക്ക് മുഴുവൻ ഭക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ കൊടുക്കുന്നു. കുറേ ഒരു ഗോശാല നമുക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ പറമ്പിൽ ഉൽപ്പാദിപ്പിക്കുന്ന അരിയാണ് നമ്മൾ ഭഗവാന് നൈവേദ്യത്തിന് ഉപയോഗിക്കുന്നത്. സ്വന്തം പാലുകൊണ്ട് പാൽപ്പായസം ഉണ്ടാക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. നമ്മളൊരു 6 പശുക്കളും 4 കിടാങ്ങളുമായിട്ടൊരു ഗോശാലയുണ്ട്. നമ്മൾ ഉന്നത വിജയം നേടിയ പഞ്ചായത്തിലെ മുഴുവൻ കുട്ടികൾക്കും അവാർഡുകൾ നൽകുന്നുണ്ട്. ക്ഷേത്രം എന്നുള്ളത് ഒരു ആരാധനാലയം മാത്രമാകരുത്, ഒരു അശരണ കേന്ദ്രമാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ കൺസെപ്റ്റ്. നിർദ്ധനരായ രോഗികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നുണ്ട്. ഇപ്പം നമ്മളൊരു ആധ്യാത്മിക പഠന കേന്ദ്രം തുടങ്ങിയിട്ടുണ്ട്. 45ഓളം കുട്ടികളുണ്ട് അതിൽ പോകുന്നു. സാറിൻ്റെ പേരെന്താ? പേര് സുരേഷ് കുമാർ PP. ഞാൻ മുൻ രാമമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. ഇപ്പോൾ രാമമംഗലം സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റ് കൂടിയാണ്. ഇതിൻ്റെ CSR ഫണ്ട് കിട്ടുമോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്രവർത്തനം ചെയ്യാൻ ഓർത്തിട്ടാണ്. ഇത് വരുന്ന ഭക്തർ മുഴുവൻ മഴ നനയാതെ നിൽക്കണം എന്നുള്ള നമ്മുടെ വലിയൊരു ആഗ്രഹം. ഭക്തരുടെ ചെറിയ ചെറിയ പൈസകളാണ് ഇതെല്ലാം. ചിദാനന്ദപുരി സ്വാമികളാണ് ഇത് സമർപ്പിച്ചത്.
2024 ഇപ്പം നമ്മൾ മതിൽക്കകം മുഴുവൻ പണിയാനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ വെള്ളം ഏതാ? വെള്ളം അകത്തുനിന്ന് പാത്രം കഴുകിയിട്ട് വരുന്ന കിണർ അകത്താണ്. കിണറുണ്ടല്ലോ, ഉണ്ടാവുമല്ലോ അല്ലേ? അത് ഗ്രാമരാൽ തന്നെ വിളിച്ചതാണെന്ന് പറയുന്നത്. ഓ തന്നെ വിളിച്ചതാണ്. ആ ശരി. ഇത് ഒരു കാലഘട്ടത്തിൽ 3000 പറ നെല്ലളന്നിരുന്ന ക്ഷേത്രം. ആ അത്രയും വലിയതായിട്ട്. ആ ഒരു തമിഴ് ബ്രാഹ്മണൻ ഇവിടുത്തെ കണക്കപ്പിള്ളയായിരുന്നു ഒരു 100 വർഷം മുമ്പ്. അവർക്ക് ശമ്പളം കൊടുക്കാൻ വയ്യാതെ അവരിവിടെ നിന്ന് പോവുകയും അവരുടെ മകൾ ഏറ്റുമാനൂർ ജീവിച്ചിരിപ്പുണ്ട്, 87 വയസ്സും. അപ്പോൾ അവരാണ് പറഞ്ഞത് അച്ഛൻ താമസിച്ചിരുന്ന ഓഫീസാണ് ആ കാണുന്നത്. ശരി. അന്ന് ക്ഷേത്രം വളരെ ക്ഷയിച്ച് കിടക്കുകയാണ്. അപ്പം നമ്മൾ തിരിച്ചു വരവിൻ്റെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് 60 സെൻറ്റ് ഭൂമി മേടിക്കാൻ പോവാം. ആണോ? നിസ്വാർത്ഥ സേവനം ആണല്ലോ. ഒരു നേപ്പാളി ഭായി ഉണ്ട് നോക്കാൻ. മതിയല്ലോ, ആരെങ്കിലും ചെയ്താൽ മതിയല്ലോ അല്ലേ? മനോഹരമായ ഒരു ഗോശാല. 6 പശുക്കളും 4 കിടാങ്ങളും അതൊക്കെ പുറത്തേക്ക് അയച്ച് കെട്ടിയേക്കുക ആണല്ലേ? ഈ തൊട്ടടുത്ത കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നിന്നുള്ള ബാലാജി എന്ന് പറഞ്ഞൊരു ചേട്ടൻ ഇങ്ങോട്ട് സമർപ്പിച്ചതാണ് ആ കറുത്ത പശുവിന്. തൃപ്പൂണിത്തുറയിലാണ് വീട്. ഭക്തരെ സമർപ്പിച്ച പശുക്കളാണ്. അതെ അല്ലേ? ഇവിടെ 2 വഴിപാടുകൾ ഇവിടെ പ്രധാനമാണ്. 12 നമസ്കാരം, ബ്രാഹ്മണർക്ക് കാൽ കഴുകി ചൂട്ട്, പിന്നെ അതുപോലെ ഈ ഗോക്കൾ മേഞ്ഞിരുന്ന ഭൂമി ആയതുകൊണ്ട് പശുക്കളെ സമർപ്പിക്കുന്നത് ഐശ്വര്യദായകമാണെന്ന് നമ്മൾ കരുതുകയാണ്. ഇത് പശു സ്വയമേവ പാൽ ചുരത്തുന്നത് കണ്ട് ഒരു രാജാവ് പണി കഴിപ്പിച്ചതാണെന്നാണ് പറയുന്നത്. എന്നടാ ഭയങ്കര സ്നേഹം കാണിക്കുകയാണല്ലോ. ഞാൻ പഴമൊക്കെ കൊണ്ട് കൊടുക്കും. ഇത് റെഡ് സിന്ധി എന്ന് പറഞ്ഞാൽ ഇദ്ദേഹമാണ് ഗോക്കളെ പരിപാലിക്കാൻ വന്ന നേപ്പാളി ബായ്. ഗോശാലയെല്ലാം കഴിഞ്ഞ് ഇദ്ദേഹം എൻ്റെ കൂടെ വന്ന് മറ്റ് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പോൾ ഇപ്പോഴത്തെ പ്രസിഡൻ്റ് എന്ന നിലയിൽ അദ്ദേഹം ഈ അമ്പലത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ സൈഡിലായി ഈ ഹനുമാൻ സ്വാമിയുടെ ഒരു പ്രതിഷ്ഠയുണ്ടെന്ന് പറഞ്ഞു തന്നു. അതിനുശേഷം അദ്ദേഹം എന്നോട് യാത്ര പറഞ്ഞ് പോയി. കർക്കിടക മാസത്തിലാണ് നാലമ്പല ദർശനം വളരെ പുണ്യമായി കാണുന്നത്. ഇതിൽ തന്നെ ആദ്യം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ്. ഇത് മാമലശ്ശേരിയുള്ള ശ്രീരാമക്ഷേത്രമാണ്. ശ്രീരാമ കഥ നിങ്ങൾ രാമായണം എന്ന പുരാണ കാവ്യത്തിലൂടെ അറിഞ്ഞു കാണുമല്ലോ. ദശരഥ മഹാരാജാവിൻ്റെ 4 മക്കളിൽ മൂത്ത ആളായിരുന്നു ശ്രീരാമൻ. ശ്രീരാമൻ്റെ അനുജന്മാരായ മറ്റ് 3 സഹോദരങ്ങളെയും കൂടി നമുക്ക് കാണാം. ഇനി ശ്രീരാമൻ്റെ അനുജനായ ശത്രുഘ്നൻ്റെ അമ്പലത്തിലേക്കാണ് പോകുന്നത്. ഇവിടെയും നട അടച്ചിട്ടുണ്ട്. മാമലശ്ശേരിക്ക് അടുത്തുള്ള നെടുങ്ങാട് എന്ന സ്ഥലത്താണ് ശത്രുഘ്ന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മഹാവിഷ്ണുവിൻ്റെ അനന്തൻ എന്ന സർപ്പത്തിൻ്റെ അവതാരമാണ് ശത്രുഘ്നൻ. മഹാവിഷ്ണു ശ്രീരാമൻ്റെ അവതാരമെടുത്ത് ഭൂമിയിൽ ജനിച്ചപ്പോൾ അനന്തൻ എന്ന നാഗവും ശംഖ് ചക്രങ്ങളും രാമൻ്റെ സഹോദരങ്ങളായി ഭൂമിയിൽ അവതരിച്ചു. ശത്രുഘ്നൻ എന്ന സഹോദരൻ സുദർശന ചക്രമാണ്. അതുകൊണ്ടാണ് ശ്രീരാമൻ്റെ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ശത്രുഘ്നൻ്റെ ക്ഷേത്രവും ഉള്ളത്. ഇങ്ങനെയൊക്കെ ഒരുപാട് പുരാണ കഥകൾ ഉണ്ടെങ്കിലും ഇതിൽ സത്യം ഏതാണെന്ന് അറിയില്ല. എന്തായാലും ഇനി നമുക്ക് അടുത്ത ക്ഷേത്രത്തിലേക്ക് പോകാം. ഇനി ലക്ഷ്മണൻ്റെ അമ്പലത്തിലേക്ക് പോകാം. ലക്ഷ്മണൻ അനന്ത നാഗം എന്നറിയപ്പെടുന്ന സർപ്പമാണ്.
മഹാവിഷ്ണു ഈ സർപ്പത്തിൻ്റെ മുകളിലാണ് കിടക്കാറുള്ളത്. ഈ ഭൂമിയിൽ അവതാരം എടുക്കുമ്പോൾ ലക്ഷ്മണനായി ശ്രീരാമൻ്റെ അനുജനായി അവതരിച്ചു. ഈ അമ്പലം ഉച്ചയായതുകൊണ്ട് നട അടച്ചിട്ടാണ് ഉള്ളത്. എന്നാലും സാരമില്ല, നമുക്ക് ഈ അമ്പലം കാണാൻ പറ്റിയല്ലോ. വനവാസകാലത്ത് ശ്രീരാമൻ്റെ കൂടെ ലക്ഷ്മണനും കൊട്ടാരം വിട്ടിറങ്ങി. ഊർമിളയായിരുന്നു ഭാര്യ. ഇനി ഭരതക്ഷേത്രത്തിലേക്ക് പോകാം. രണ്ട് ഭാഗത്തും റബ്ബർ കാടുകളാണ്. അതിൻ്റെ നടുവിൽ മനോഹരമായ നടപ്പാത. ഭരതൻ രാമായണം എന്ന പുരാണ കഥയിലെ ഒരു പ്രധാന കഥാപാത്രമാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ശ്രീരാമനോട് ഏറ്റവും അധികം സ്നേഹമുള്ള ഒരു അനുജൻ. ശ്രീരാമൻ രാജ്യം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോകുമ്പോൾ അവിടെ സ്വന്തം അനുജനായ ഭരതൻ അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ സ്വന്തം മാതാവിൻ്റെ പ്രതിജ്ഞ പരിപാലിക്കാനായി ശ്രീരാമൻ രാജ്യം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോയി എന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സഹിക്കാനാവാത്ത വേദനയുണ്ടായി. അങ്ങനെ അദ്ദേഹം ശ്രീരാമനെ അന്വേഷിച്ച് കാട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞു നടന്നു. അങ്ങനെ ശ്രീരാമനെ കണ്ടെത്തിയപ്പോൾ തിരിച്ച് രാജ്യാവകാശിയായി വീണ്ടും ചക്രവർത്തി സ്ഥാനം ഏറ്റെടുക്കണം എന്നെല്ലാം പറഞ്ഞപ്പോൾ രാമൻ പറഞ്ഞു, അതിന് ഏറ്റവും ഉത്തമൻ നീയാണ്. എനിക്ക് എൻ്റെ അച്ഛൻ്റെ പ്രതിജ്ഞ പാലിക്കേണ്ടതുണ്ട്. 14 വർഷത്തിന് ശേഷം ഞാൻ തിരിച്ചു വന്ന് ഈ രാജ്യഭരണം ഏറ്റെടുത്തോളാം. അതുവരെ നീ ഭരിക്കൂ എന്ന് ഭരതനോട് പറയുന്നു. ഭരതൻ തിരിച്ചു വന്ന് രാമൻ്റെ പാദുകം സിംഹാസനത്തിൽ രാമൻ്റെ പ്രതീകമായി അവിടെ വെച്ചാണ് പിന്നീട് രാജഭരണം നടത്തിയത്. ഈ കഥ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ ശ്രീരാമനെ എത്രമാത്രം ഭരതൻ സ്നേഹിക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് ഈ നാലമ്പല ദർശനത്തിൽ ഭരതൻ്റെ അമ്പലം ഒരു പ്രധാനപ്പെട്ട അമ്പലമാണ്. അപ്പോൾ ഞാൻ അവിടെ പോകുമ്പോൾ സാധാരണ പോലെ തന്നെ നടയൊക്കെ അടച്ചിരിക്കുന്നു. ഇതിൻ്റെ ചുറ്റിലും നടക്കുമ്പോൾ നാഗയക്ഷിയുടെയും അയ്യപ്പൻ്റെയും ഒക്കെ പ്രതിഷ്ഠ മൂലയിൽ. ഇവിടെ ജോലി ചെയ്യുന്നുണ്ടോ? അല്ല, ഇത് ഞങ്ങളുടെ അമ്പല. ആണോ? അത് ശരി. അമ്പല അച്ഛനും അമ്മയൊക്കെ മരിച്ചു. ആ, പിന്നെ അനിയത്തി ഞങ്ങൾ തന്നെയാണ് നോക്കണതേ. അപ്പൊ പൂജാ കാര്യങ്ങളൊക്കെ എങ്ങനെ? പൂജയൊക്കെ എങ്ങനെയാ? പൂജ എൻ്റെ അനിയനും അനിയത്തിയുടെ ഭർത്താവ് ഹസ്ബൻഡാ. ആണോ? ആ, എന്താ ചേച്ചിയുടെ പേരെന്താ? എൻ്റെ പേരാ ലളിത. അനിയത്തിയുടെ പേര് മായ. അനിയന് സുഖമില്ലാണ്ടിരിക്കുവാണേ. അപ്പൊ അനിയത്തി കമ്പനിപ്പടിക്ക് താമസിക്കണേ. ആണോ? അപ്പൊ അനിയന് ഇവിടെ ആയതുകൊണ്ട്, ഈ വീട്ടിലായതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുക. ഇത് അയ്യപ്പ സ്വാമി അല്ലേ? ഇത് അയ്യപ്പനാ. അയ്യപ്പനും ഭദ്രകാളി. ഇപ്പം മണ്ഡലക്കാലല്ലേ. വൈകുന്നേരം ആളുകൾ വരും, അയ്യപ്പന്മാർ വരുമായിരിക്കും. 2 നേരം പൂജയുണ്ട്. രാവിലത്തെ പൂജ കഴിഞ്ഞ് അങ്ങ് പോയി. ഇനി വൈകുന്നേരം ദീപാരാധന കാണുവേ. ഓരോ ദിവസം ഓരോരുത്തരുടെ ദീപാരാധന. അങ്ങനെയാന്നില്ല ഇവിടെ. 9:30 വരെ സമയം പൂജയൊക്കെ രാവിലെ. ഞാൻ പിന്നെ അടുത്തുള്ള അമ്പലങ്ങളൊക്കെ കണ്ട് മാമശ്ശേരി പോയോ? പ്രാർത്ഥിച്ച് പോവാന്ന് വിചാരിച്ചു. മാമശ്ശേരി പോയോ? പോയി. അവിടെ വന്നിട്ട് ഇങ്ങോട്ട് വരുന്നേ. ഈ ഓട്ടോക്കാരന് നാലമ്പല ദർശനം നടത്തണം. നാലമ്പല ദർശനം അയാൾക്ക് എല്ലാം അറിയാം, ഓട്ടോക്കാരന്. എനിക്ക് മുളക്കുളത്തേക്ക് പോയോ? ഇല്ലല്ലേ? മുളക്കുളം ലക്ഷ്മണസ്വാമിയുടെ പോയി. അവിടെ പോയിട്ടാണ് അവിടുന്ന് അങ്ങോട്ട് താഴത്തേക്ക് പോയി അല്ലേ? ശ്രീരാമസ്വാമി. അല്ല, ആദ്യം ശ്രീരാമസ്വാമി തിരിച്ച് അങ്ങോട്ട് പോയി അല്ലേ? പിന്നെ അങ്ങോട്ട് പോയി.
ഇവിടെ ലക്ഷ്മിസ്വാമി ഇത് ഇത് അതിന് മാറ്റി ഉപദേവനല്ലാതെ ആ അതിപ്പോൾ ബാലാലയത്തിൽ ഇനി അടുത്ത് തന്നെ താമസിക്കാണ്ട് വേറെ അമ്പലത്തിലേക്ക് മാറ്റി ആണോ പണിതിട്ടേ ആ അതൊക്കെ പുറത്ത് അത് പാടുള്ളൂ ഉപദേവനല്ലാത്തോണ്ടേ ആ ചേട്ടനാണ് കാര്യം. ഭരതക്ഷേത്രം അല്ലേ? ഇവിടെ ദുർഗ ഇത് ദുർഗയാണ് ആ ഉള്ള ഓരോരുത്തർ തൊഴുതിട്ട് പറയാ ഇവിടെ ഇവിടെ മാത്രം തൊഴാൻ വന്ന് എല്ലാവരും ഇവിടെ ഉണ്ടെന്ന്. ഹനുമാൻ വരെ ഉണ്ട് അകത്തെ. ഗണപതി, ഹനുമാൻ, ഭദ്രകാളി വേറെ ഉണ്ട്, ശിവൻ ആ എല്ലാം ഉള്ളിലുണ്ട് അല്ലേ? എല്ലാവരും ഉണ്ടെന്ന് പറയാന്നിട്ട്. ആദ്യമായി 4 അമ്പലങ്ങളും ദർശിച്ചു. ഇനി നമുക്ക് രാമമംഗലത്തിൽ വേറെയും കുറേ ക്ഷേത്രങ്ങളുണ്ട്, അതും കാണണം. ഇനി രാമമംഗലത്തിലുള്ള മറ്റ് ക്രിസ്ത്യൻ പള്ളികളിലേക്ക് പോകാം.